അമ്മായി എന്ന സംഘടനയില് ഈ പെര കത്തുമ്പോ എന്താ വാഴ വെട്ട് അങ്ങനെ എന്തോ ഒരു പരിപാടി ഇല്ലേ, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം കേട്ടോ. ശ്വേത മേനോൻ ഈ വിഷയത്തിൽ ടിനി ടോമിന്റെ കൂടെയാണ്. അതുപോലെ തന്നെ കുക്കു ആരുടെ കൂടെയാണെന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല എന്നുള്ളതാണ്. അവിടെ എന്തോ അവിഹിതത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു, ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനൊക്കെ അസോസിയേഷനിൽ ഏറ്റവും ടോപ്പിൽ വരെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു സംഘടനയാണ് അമ്മായി സംഘടന കേട്ടോ. എന്തായാലും കൊള്ളാം. അൻസിബ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഹാദി എന്നും തീവ്രവാദി എന്ന രീതിയിലൊക്കെ ടിനി ടോം തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യദ്രോഹപരമായിട്ട് ഒരു തെറ്റ് തന്നെയാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെ ജയിലിൽ കിടത്തും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വി ഡി സതീശൻ അമ്മാതിരി പരാമർശങ്ങൾ പറയുന്ന ആളുകളെ പിടിച്ച് അകത്തിടുന്നു പറയുന്നുണ്ട്. കേസ് ഇന്ന് മൊഴിയും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥയുടെ മൊഴി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അൻസിബ, ലക്ഷ്മി, അങ്ങനെ എല്ലാവരുടെയും എടുക്കുന്നുണ്ട്. ലക്ഷ്മിപ്രിയൊക്കെ എന്താ മുതലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതൊക്കെ ബിഗ് ബോസ് കണ്ട ആളുകൾക്ക് അറിയും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും അൻസീബ് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ടോന്ന് കേൾക്കാൻ കേട്ടോ. അപ്പൊ അതിനുശേഷമാണ് ഞാനിത് ഈ മെയിലൊക്കെ അയച്ചതിന് ശേഷം അമ്മയിലെ തന്നെ മറ്റൊരു മെമ്പർ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ച ടോൺ ഇതാണ്: മോളെ, നീ എന്തിനാണ് മോളെ അമ്പലത്തിനൊക്കെ എതിര് നിൽക്കുന്നത്? ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള ഡയലോഗ് കേട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ അമ്പലത്തിനും പള്ളിക്കും ക്രിസ്ത്യൻ ചർച്ചിനും ഒന്നും എതിര് നിൽക്കുന്ന ആളല്ല. എന്നെ അങ്ങനെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം നടത്തല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഈ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, നീ അങ്ങനെ പറയാൻ പാടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരുന്നിട്ടെന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരുന്നിട്ട് ഞാൻ എന്ത് പറയണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, ചേച്ചിയല്ല. അപ്പം ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞോളൂ. ദയവേത് ഈ കാര്യം പറഞ്ഞു എന്നെ ചേച്ചി വിളിക്കരുതെന്ന് പറഞ്ഞു. 10-30 വർഷമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി തകിടം പറഞ്ഞു. അതിനുള്ളിൽ ഒരുപാട് പുരുഷ വേഷികൾ ഉണ്ടെന്ന കാര്യം തർക്കമൊന്നും വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൾ കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. ഇനി ഇത് പൊതുസമൂഹത്തിന് എന്തെങ്കിലും ഗുണമുള്ള കാര്യമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ചാരിറ്റി ഫണ്ടിൽ നിന്നും ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ അയക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും സ്വന്തം സിനിമാ ലോകത്ത് അതേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്ന് കേൾക്കുമ്പോൾ ചിരി വരുന്നു. കാരണം എന്താണെന്നറിയില്ലേ? ഏറ്റവും തലപ്പത്തിരിക്കുന്നൊക്കെ സ്ത്രീകള്. സംഘടന പൊളിച്ചടക്കി സ്ത്രീകളെ കൊണ്ടേ ഇരുത്തി, കൂട്ടത്തിൽ ടിനി ടോം ചേച്ചിയും കൊണ്ടേ ഇരുത്തി. എന്നിട്ടും ഒരു തീരുമാനമായില്ല. പരദൂഷണം അതിന്റെ അപ്പുറം, എന്റെ പൊന്നെ അവിഹിതം അതിന്റെ ഇപ്പുറം, വർഗീയത അതിന്റെ തൊട്ടപ്പുറത്ത്. ലക്ഷ്മിപ്രിയയൊക്കെ സീറ്റിൽ കൊണ്ടേ ഇരുത്തി നിങ്ങളെ പറഞ്ഞാൽ മതി. അതേപോലെ ടിനി ടോം, എന്തുവാടേ ഇതൊക്കെ. അതേപോലെ കുക്കു, ആരാണ് ഈ കുക്കു? 40 വർഷം മുമ്പ് ഏതോ സിനിമയിൽ അഭിനയിച്ച ഒരു പാരമ്പര്യമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. കുറെ ആളുകൾ ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അമ്പലവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഇമാതിരി ഡയലോഗ് പറയേണ്ട കാര്യങ്ങൾ എന്താണ് ഉണ്ടായിരുന്നത് എന്നാണ് ആ വിളിച്ച എറണാകുളം സ്ലാങ്കുകാരിയോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി അത് എറണാകുളം സ്ലാങ്കുകാരി തന്നെയാണോ എന്ന് അറിയില്ല. കാരണം പണ്ട് താത്തയായിരുന്ന ഒരു ചാച്ചിയുണ്ട്, ഇന്ന് ചാച്ചിയാണ്. ആ ചാച്ചി ആവാൻ സാധ്യത ഏറെയാണ് എന്നുള്ളതാണ്. കാരണം അവരുടെ രാഷ്ട്രീയം തന്നെയാണ് എന്നുള്ളതാണ്. ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് കയറി നോക്കും നിങ്ങൾ. എന്നിട്ട് പറ, ഇപ്പൊ അൻസിബ പറഞ്ഞതാണോ ശരി, അവര് പറഞ്ഞതാണോ ശരി എന്നുള്ളത്. അപ്പൊ തന്നെ കത്തും കാര്യങ്ങൾ എന്നുള്ളതാണ്. ടിനി ടോം അമ്മാതിരി ഒരു ഉളത്തരം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടികളിലോട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. എന്തിനോട് ആവശ്യമില്ലാതെ വർഗീയതയുടെ ഇടയിലൂടെ പറയുന്നത്? ഇനി ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണം. ഒക്കെ കേൾക്കാം. ഈ ശ്വേതാ മേനോൻ ടിനിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് എടുക്കുന്നത്. പലപ്പോഴും അൻസിബയുടെ പരാതി പോലും ചർച്ച ചെയ്യേണ്ടെന്ന് ശ്വേതാ മേനോൻ പറഞ്ഞത്. ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യാമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ വിഷമാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ ഒരു ഇതിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പന എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ മകൻ കൈലാസ് വന്നിട്ട് പറഞ്ഞു അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അവര് ഒരു സെക്കൻഡ് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ അത് ഇവർക്കാർക്കും പ്രശ്നമുള്ള കാര്യമല്ലേ? ഇത്രയും വലിയ ക്രിമിനൽ പരിപാടികൾ ഇവരെല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനിത് സഹിച്ചോളണം എന്ന് പറയുന്നത് എന്ത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ മുന്നിൽ, ഈ സൊസൈറ്റിയുടെ മുന്നിൽ ഞെളിഞ്ഞു നിന്ന് നല്ല ആളുകളാണെന്നുള്ളൊരു കപട മുഖത്തോടെ നിൽക്കാൻ പാടില്ല. അവരുടെ ആ കപട മുഖം താഴെ വീഴ് തന്നെ വേണം. ശ്വേതമേനോൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ജനറൽ ബോഡി ഇതൊന്നും പരിഹരിക്കേണ്ട കാര്യമല്ല, അവിടെ ഒന്നും പറയ പോലും വേണ്ട എന്നാ പറഞ്ഞിട്ടുള്ളത്. കാരണം അവർക്ക് നേരെ ഉണ്ടായ ഒരു വിഷയമല്ലല്ലോ. അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ്. അവർ പൂർണ്ണമായി ആ മതവിശ്വാസത്തിലൂടെ പോകുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിൻ്റെതായ മതപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. എന്നാൽ പോലും അവിടെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, നോമ്പ് കാലത്ത് കൃത്യമായി നോമ്പ് എടുക്കുന്ന ഒരു വ്യക്തി, അവരുടെ കൂടെ ഒരു ഹിന്ദുവായ മനുഷ്യൻ നോമ്പെടുക്കട്ടെ എന്ന് ചോദിച്ച് നോമ്പെടുക്കാൻ കൂടി അതിനെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് അൻസിബ ശ്രമിച്ചു എന്ന രീതിയിൽ ടിനി ടോമിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ലക്ഷ്മിപ്രിയ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഖുറാൻ ഒന്ന് പഠിച്ചിട്ട് വേണം
നമ്മുടെ ആരിഫ് ഹുസൈനെ പോലെയൊക്കെ ഒന്ന് വിമർശിക്കാനിരിക്കുക എന്നുള്ളത്. ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളൊക്കെ മതം വിട്ടുവന്ന മതത്തെ ക്രൂശിക്കാൻ നടക്കുന്ന ആളുകളാണ്. എന്നാൽ അവർ പൂർണ്ണമായിട്ട് ആ മതത്തെ പഠിക്കുന്നില്ല. ഒരു ഭാഗത്തെ ഒരു വള്ളി മാത്രം എടുത്തുകൊണ്ട് ഈ വള്ളി കൊടുവാളാണ് എന്ന് പറയുന്ന വ്യക്തിയാണെന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ആ പ്രൊഡ്യൂസറും മകനും വന്നിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്തായിരിക്കും സ്ഥിതി? മതപരിവർത്തനത്തിന് വേണ്ടി. പക്ഷെ രാജ്യദ്രോഹ കുറ്റമൊന്നുമല്ല അത്. ഇന്ത്യയിൽ നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതിനെ പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതൊന്നും ഒരു തെറ്റുള്ള കാര്യമല്ല. പക്ഷെ ക്രിസ്ത്യൻസിന് നേരെയൊക്കെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന വായിക്കാത്തതിന്റെ കുഴപ്പമാണ് ഇവറ്റകൾക്ക്, വേറെ ഒന്നുമല്ല. അതായത് ജനുവരി 12 പ്രസിഡന്റ് നമ്മുടെ EC വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ടെമ്പിൾ വരുന്നതിന്റെ ഡിസിഷൻ എന്താണ് എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിന്റെ മുന്നേ ഇതിന്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാനിങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊരു ധാർമ്മികതയുടെ പേരിൽ പറയുന്നതാണ്, ഇത് ചെയ്യരുത്. ഒരു വളരെ സെക്യുലറായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ടെമ്പിൾ വേണ്ട, മോസ്ക് വേണ്ട, ചേർച്ച് വേണ്ട, അല്ലെങ്കിൽ നാളെ പാർട്ടികൾ വരും, ഇതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലാതെ തന്നെ 32 വർഷം നടന്നു പോയൊരു ചരിത്രം അമ്മയ്ക്കുണ്ട്. എന്നിരിക്കെ ഇപ്പോഴും സ്പോൺസേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഘടനയൊന്നും അല്ല. എക്സിക്യൂട്ടീവ് അൻസിബയ്ക്ക് മാത്രമായിരുന്നു അത്തരത്തിലൊരു വിയോജിപ്പുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ഒരു എന്നിട്ട് ഒരു വോട്ടിംഗ് നടത്തി. വോട്ടിംഗ് നടത്തിയ സമയത്ത് അപ്പൊ ഞാനിത് പറഞ്ഞു. ഇതിന്റെ മുന്നേ വേറെ 1-2 പേര് ചോദിച്ചിരുന്നു, അത് അമ്മ സംഘടന ഒരു സെക്യുലർ സ്ഥാപനമല്ലേ, അപ്പോ നമുക്കൊന്നും കൂടെ നോക്കണമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്യരുത് എന്ന് വേറെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. നോക്കണമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് അൻസിബയുടെ ഈ ഒരു തോട്ട് ഉണ്ടല്ലോ, ഈ ഒരു തോട്ട് പറയുന്നത് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പിലല്ല, ഇവരുടെ കമ്മിറ്റി അംഗങ്ങൾ ഭാരവാഹികൾ മാത്രമുള്ള പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പിലേക്കാണ് അയച്ചത്. അത് നേരെ പുറത്തുള്ള ഇതിലൊരു ബന്ധമില്ലാത്ത ഒരാളുടെ കയ്യിൽ കിട്ടുന്നു, അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. കൊള്ളാം, വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാ പറയുന്നത്. ഇത് പുറത്തേക്ക് പോകുമ്പോൾ വേറൊരു തരത്തിൽ വർഗീയവൽക്കരിക്കാനാണ് ശ്രമം അന്നേ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ ഞാൻ ഈ കാര്യം അറിയുന്നത്. എന്നെ ജിഹാദി എന്ന് വിളിക്കുകയും ഞാൻ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ രാജീവ് കുടപ്പനക്കുന്ന് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളർ, അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ മകന്റെ പേരും ഒക്കെ പറയുന്നത്. അവർ രണ്ടുപേരും പബ്ലിക്കായി വന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്. അദ്ദേഹത്തിന്റെ മകൻ എൻ്റെ കൂടെ ഒരു പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ ഇഷ്ടത്തിന് അയാൾ നോമ്പ് നോറ്റു. നമ്മുടെ ഈ ലോകത്ത് പല മതങ്ങളിലുള്ളവരും പല നോമ്പുകളും എടുക്കുന്നുണ്ട്. അത് ഇസ്ലാമിക പ്രകാരമുള്ള നോമ്പ് എടുക്കുന്നുണ്ട്, ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള നോമ്പ് എടുക്കുന്നവരുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന എത്ര പേരുണ്ട്, അഹിന്ദുക്കളായിട്ടുള്ള എത്ര പേര് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ സെക്യുലറായിട്ട് ജീവിക്കുന്ന ഒരു നാട്ടില് ഇങ്ങനെ ഒരു നോമ്പെടുത്തു എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെ പറയാൻ പാടുണ്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളറും മകനും വന്നിട്ട് സത്യം പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത്രേ ഉള്ളൂ എന്റെ പൊന്നു മക്കളെ. എന്നതാടാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ? ആദ്യം നിങ്ങൾ ഈ സംഘടന ആകാശത്തേക്ക് ഒരു വെടി പൊട്ടിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കുക. എന്നതിന് ശേഷം നിങ്ങൾ മാമ എന്ന പുതിയൊരു സംഘടന കൂടി തുടങ്ങുക. അതാണ് ഇതിന് വേണ്ടത്. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ സ്ത്രീ പീഡനം മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല, അതിന്റെ അപ്പുറത്തേക്ക് ഇതാ വർഗീയത പോലും കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് പല ആളുകളുടെ രാഷ്ട്രീയം വലിയ പ്രശ്നമാണെന്ന് പറയുന്നത്. ഇപ്പൊ ടിനി ടോമിന്റെ രാഷ്ട്രീയം ഭയങ്കര കോമഡിയാണ്. ലഹരിക്കെതിരെയാണ് ആള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനിൽ കേരള പോലീസിന്റെ എന്തൊക്കെ ഭാഗവുമായിട്ടുണ്ട് ആള്. എന്നാൽ കോമഡി എന്താ വെച്ചാൽ സ്വന്തം മകനെ പോലും ലഹരിയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയോ ബഹളങ്ങളും മറ്റുള്ള കാര്യങ്ങളും വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇമാതിരി ആളുകളൊക്കെയാണ് ഇതിനൊക്കെ തലപ്പത്ത് വന്നിരിക്കുന്നത്. പിന്നെ ലക്ഷ്മി പ്രിയെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ കൊണ്ട് ഇരുത്താൻ എന്താണ് നിങ്ങൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഈ രാഷ്ട്രീയ സംഘടനകളൊന്നും പ്രവർത്തിക്കാത്ത ആളുകൾ വല്ലവരും ഉണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ട് ഇതിന്റെ മുകളിലും താഴെയും കൊണ്ട് ഇരുത്ത്. പിന്നെ ലാലേട്ടൻ, മമ്മൂക്ക അവരൊന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാത്തെന്ന് അറിയോ? തീട്ടക്കേസ് ആയതുകൊണ്ടാണ് മിണ്ടാത്തത്. എന്താ നിരന്തരമായിട്ട് ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അത് വല്ലാത്തൊരു കേസായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പതാ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വളരെ മോശപ്പെട്ട രീതിയിൽ അങ്ങനെ ജിഹാദിയാണെന്നും തീവ്രവാദിയാണ് എന്നൊക്കെ വിളിച്ച് മതപരിവർത്തനാണ് മെയിൻ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു നടക്കുകയാണ്. ഇതൊക്കെ ഒരു നല്ല സംഘടനക്ക് ചേർന്ന കാര്യങ്ങളല്ല. ഇതൊരു രാഷ്ട്രീയ സംഘടനയല്ല. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ആകാശത്തേക്ക് വെട്ടിപ്പൊട്ടിച്ചിട്ട് അവസാനിപ്പിക്കുക. ആളുകൾ ഈ സംഘടനയെ കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ നിങ്ങളൊന്ന് കേൾക്കുക കേട്ടോ. എന്നതിന് ശേഷം മതി ബാക്കി കാര്യങ്ങൾ. അപ്പോ ഈ പറയുന്ന ടിനി ടോമിനെതിരെ തന്നെയാണ് എല്ലാവരും ഇപ്പൊ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ലക്ഷ്മി പ്രിയ. ഈ രണ്ടെണ്ണം ഇതിലില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം രണ്ടിന്റെയും കാട്ടിക്കൂട്ടൽ നമ്മൾ കണ്ടതാ. ടിനി ടോമിനെ ഇഷ്ടം പോലെ തവണ സോഷ്യൽ മീഡിയ വഴി ആളുകൾക്കെതിരെ കമന്റ് ഇടുന്നതും മെസ്സേജ് അയക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് പുറത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ലക്ഷ്മി, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. വല്ലാത്തൊരു ജന്മങ്ങൾ തന്നെയാണ് കേട്ടോ. വെറുതെ ആവശ്യമില്ലാതെ തല്ലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറ, ഹൻസിബയുടെ കൂടെയാണോ നിങ്ങൾ, അതോ ശ്വേതാ മേനോൻ, ടിനി ടോം, അതേപോലെ ലക്ഷ്മി ചാച്ചി,
ഇവരുടെ കൂടെ നിൽക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തായാലും SI മാഡത്തിനെ ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അറിയാം. VD സതീശൻ കേരള മുഖ്യമന്ത്രി ശക്തമായിട്ട് തന്നെ അൻസിബക്ക് സപ്പോർട്ടായിട്ട് മുന്നോട്ടും വന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും വരാകേട്ട പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ.